സൂക്ഷ്മതയിൽ ഉരച്ചു മുനപ്പിച്ച നിരീക്ഷക ബുദ്ധിയോടെ ഗൂഗിളാനന്തര കേരളത്തിലെ നവഹരിത മലയാളികളുടെ സാമൂഹ്യ മാധ്യമ ജീവിതത്തെ നോക്കിക്കണ്ടതിന്റെ പാർശ്വഫലം മാത്രമാണ് ഈ വീഡിയോ. വായനാശീലമുണ്ടായിരുന്ന ഗൂഗിൾ പൂർവ്വ കേരളത്തിലെ അല്ലെങ്കിൽ പുരാതന കേരളത്തിലെ മലയാളികൾക്ക് സ്വല്പം ചിരിയും ചിന്തയും ഉണർത്താനുള്ള ശ്രമമാണ് ഈ വീഡിയോയിൽ കാണാൻ കഴിയുക. പതിവ് പോലെ തന്നെ പാഴ്ശ്രമമാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല. അതെന്തായാലും ആക്ഷേപഹാസ്യത്തെ അധിക്ഷേപഹാസ്യമായി കണ്ട് ആരും കോപിക്കരുതെന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. യാചന പോലെ ഒരു അഭ്യർത്ഥന. വ്യക്തികളല്ല, വ്യക്തികളുടെ മനോഭാവം മാത്രമാണ് ഇവിടെ വിഷയമാകുന്നത്. വ്യാജം ഒരിക്കലും ജൈവം എന്നതിന് പകരമോ പര്യായമോ ആവില്ലെന്ന ഓർമ്മ ചിലരിലെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് നന്നായിരിക്കുമെന്ന ബോധ്യത്തിലാണ് ആക്ഷേപഹാസ്യ സമ്പ്രദായത്തിൽ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ അവതരിപ്പിക്കപ്പെടുന്ന മുത്തുപോങ്ങൻ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. ജീവിച്ചിരുന്നതോ ജീവിച്ചിരിക്കുന്നതോ ജീവിക്കാനിരിക്കുന്നതോ ആയ ആരുമായും ഇതിന് ബന്ധമില്ല. എന്നാൽ കേരളീയ പൊതുസമൂഹത്തിൽ വിജയകരമായി സാമൂഹ്യ മാധ്യമ ജീവിതം നയിച്ചു വരുന്ന ധാരാളം മുറിമൂക്കന്മാർ അല്ലെങ്കിൽ PR നിർമ്മിത ബുദ്ധിജീവികൾ ഇതിലെ മുത്തുപോങ്ങനിൽ കാണപ്പെടുന്നുവെങ്കിൽ അത് അസ്വാഭാവിക സംഗതിയുമല്ല. നമുക്ക് ആരംഭിക്കാം. വ്യാജ ജൈവം. നിങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ട് പഴം വിഴുങ്ങിയിരിക്കുന്ന ഈ മനുഷ്യൻ ഒരു പോങ്ങനാണ്. വെറും പോങ്ങനല്ല, സാക്ഷാൽ മുത്തുപോങ്ങൻ. വിവരവിപ്ലവത്തിന്റെ കാലത്തും വിവരദോഷിയായി എങ്ങനെ കഴിയാം എന്ന വിഷയത്തിൽ മുത്തുപോങ്ങൻ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഭാവിയിൽ ഡോക്ടർ മുത്തുപോങ്ങൻ എന്നാവും ഈ മുത്തുപോങ്ങൻ ഈയിരിക്കുന്ന മുത്തുപോങ്ങനെ സംബോധന ചെയ്യുക. നാട്ടുകാർ ആ നിലയിൽ വിളിക്കണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും പോങ്ങൻ പ്രകടിപ്പിക്കില്ല എങ്കിൽ പോലും ആദരവോടെ അങ്ങനെ വിളിക്കുന്നവർക്ക് ഉദാരമായ നിലയിൽ മുത്തുപോങ്ങൻ അനുഗ്രഹം ചൊരിയുമെന്നതാണ് സത്യം. മുത്തുപോങ്ങനെ അധിക്ഷേപിക്കാൻ മനസ്സ് കാണിക്കുന്നവരെ ചെവി അറിയാതെ പോങ്ങൻ ഉള്ളി ചുട്ട് പ്രാകുന്നതാവും. ദാരിദ്ര്യം, മഹാമാരി, മാനഹാനി, മേനിയിൽ നാട്ടാരുടെ വക കാട്ടുകല്ലല്ലെങ്കിൽ നാട്ടുകല്ല് സമർപ്പണം മുതലായവയാവും ഉള്ളി ചുട്ടുപ്രാക്കിന്റെ ഫലം. അതുകൊണ്ട് പോങ്ങ വിരുദ്ധർ ഭയപുരസരം അധിക്ഷേപ കർമ്മങ്ങൾ നിർവഹിക്കുക. ഭാവികാലത്തെ ഭൂതകാലം പോലെ വർത്തമാനകാലത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സവിശേഷ സിദ്ധി തികഞ്ഞ സാങ്കേതിക വിദ്യ ഇഹലോകത്തിൽ മുത്തുപോങ്ങന് മാത്രം സ്വന്തം. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നത് പോങ്ങന്മാരുടെ കാലമാണെന്ന കാര്യത്തിൽ ഈ മുത്തുപോങ്ങന് യാതൊരു സംശയവുമില്ല. മതഭേദം കൂടാതെ ഇന്ന് മലയാളികളുടെ കൈവശമുള്ള സകല ദൈവങ്ങളും നാളെ മുത്തുപോങ്ങനിൽ നിന്നും കനത്ത നിലയിലുള്ള വെല്ലുവിളിയാവും നേരിടാൻ പോവുക. ആകാശത്തിന്റെ കണ്ണായ ഭാഗത്ത് കിണ്ണം കാച്ചിയ ഒരു സ്വർഗം ഈ മുത്തുപോങ്ങൻ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ദൈവത്തിനും തങ്ങളുടെ വിശ്വാസികൾക്ക് നൽകാൻ സാധിക്കാത്ത അത്ര ആഡംബര സുഖ സൗകര്യങ്ങളാവും ഈ മുത്തുപോങ്ങന്റെ ആ സ്വർഗത്തിലുണ്ടാവുക. വിശദീകരിച്ചാൽ കേൾവിക്കാരിൽ ആനന്ദ സ്ഖലനം സംഭവിക്കുമെന്നതിനാൽ സ്വർഗ സൗകര്യങ്ങൾ തൽക്കാലം വിശദീകരിക്കുന്നില്ല. മതശാസനകൾ മാനിച്ച് നല്ല ചൊല്ലുവിളിയോടെ ജീവിക്കുകയും എണ്ണം പറഞ്ഞ പ്രാർത്ഥനകൾ നിരന്തരം തനിക്ക് നേരെ തൊടുക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഒരൊത്ത ദൈവത്തിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം നിഷ്പ്രയാസം തന്റെ അനുയായികൾക്ക് ഭാവിയിൽ ഈ മുത്തുപോങ്ങൻ അനുവദിച്ച് നൽകുന്നതാവും. മുന്തിയ ചില PR പ്രവർത്തകരുടെ സേവനം പോങ്ങൻ തേടിയിട്ടുണ്ട്, നേടിയിട്ടുമുണ്ട്. സ്വയം വളർച്ചയ്ക്ക് വേണ്ടുന്ന നീക്കങ്ങൾ വളരെ കൗശലപുരസരം ആരംഭിച്ചും കഴിഞ്ഞു. ഞാനൊരു കേമനാണ് കേട്ടോ, വേണേൽ ശകലം വല്ലതും നിങ്ങൾ എന്നെ ആദരിച്ചു സെൽഫിയൊക്കെ എടുക്കാൻ അനുവദിക്കാം എന്ന് പറയാതിരുന്നതും സ്വല്പം അബദ്ധമായെന്ന് പോങ്ങൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദീക്ഷയൊക്കെ ഒതുക്കി, മുടിയൊക്കെ മുറിച്ച്, നാവിൽ സംസ്കാരം പുരട്ടി, വ്യാജ വിനയത്താൽ സഹജമായിട്ടുള്ള അഹങ്കാരം മറച്ച്, എളിമയാൽ പരപുച്ഛം മായിച്ച്, വിക്കിപീഡിയ മനഃപാഠമാക്കി മുത്തുപോങ്ങൻ കേരളമാകെ പടരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആളിപ്പടരാൻ. സാമ്പ്രദായിക നവഭേദം കൂടാതെ സമൂഹത്തിൽ സ്വാധീനശേഷിയുള്ള മാധ്യമങ്ങളിൽ വാർത്ത പറഞ്ഞു കുടുംബം പോറ്റുന്ന സകല മാധ്യമ ധർമ്മക്കാരുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. ടെലിവിഷൻ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, എക്സ്, ട്വിറ്റർ എന്നിവിടങ്ങളിലൂടെ എല്ലാം മുത്തുപോങ്ങൻ ഇനി സമൂഹത്തിലേക്ക് നിരന്തരം അഭിപ്രായ വിസർജനം നടത്തും. പൊക്കത്തിനും പുറമെ മുത്തുപോങ്ങന്റെ സ്വന്തം ചാനലിലൂടെയും പോങ്ങൻ സമൂഹത്തെ പൊറുതിമുട്ടിക്കും. ഓരോ വിഷയത്തിന്മേലും മുത്തുപോങ്ങൻ എന്തു പറഞ്ഞുവെന്ന് ആളുകൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു നാളാണ് വരാൻ പോകുന്നത്. മുത്തുപോങ്ങൻ പറയുന്നത് ബഹുജനത്തിന്റെ അഭിപ്രായമായി മാറും.
നാൽക്കവലകളിൽ പോങ്ങമുഖവും മുത്തുപോങ്ങ വചനങ്ങളും നിറഞ്ഞ ഫ്ലെക്സുകൾ സ്ഥാപിക്കാനുള്ള കരാറിൽ പോങ്ങൻ ഒപ്പും വെച്ച് കഴിഞ്ഞു. അതിനായി 3 സെന്റ് വസ്തു വിറ്റ് തുക അക്കൗണ്ടിലാക്കി. ഈ പോങ്ങൻ നിലവിൽ കനത്ത തോതിലുള്ള ആരാധക രാഹിത്യം അനുഭവിക്കുന്നുണ്ടെന്നത് വളരെ സത്യമാണ്. അത് മറികടക്കാനുള്ള ഉപായം നിർമ്മിച്ചും കഴിഞ്ഞു. മമ്മൂട്ടി, മുകേഷ്, നസ്ലിൻ, ഹണിറോസ്, ബോച്ചെ, പാണക്കാട് തങ്ങൾ, വെള്ളാപ്പള്ളി നടേശസ്വാമികൾ, ഷാഫി പറമ്പിൽ, പുന്നല ശ്രീകുമാർ, കെ സുരേന്ദ്രൻജി, ബഹുമാന്യനായിട്ടുള്ള മുഹമ്മദ് റിയാസ് സഖാവ്, ഇങ്ങനെയുള്ള ആദരണീയ വ്യക്തികളുമായി സാമൂഹ്യ പ്രാതിനിധ്യം ഉറപ്പാക്കും വിധം ചേർന്നു നിന്നുകൊണ്ട് സെൽഫി എടുക്കുക, അവ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടയ്ക്കിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക, ഇതാണ് ആ ഉപായത്തിന്റെ പ്രവർത്തന രൂപം. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരോടൊപ്പം സെൽഫി എടുക്കാൻ താല്പര്യപ്പെടാത്തത് അവർ നായരായതുകൊണ്ടാണ്. ഒരു നായർ മറ്റൊരു നായരുമായി സെൽഫി സഹകരണം സൂക്ഷിക്കുന്നത് വിപരീത ഫലം ചെയ്യും. മാത്രവുമല്ല, ഒരു നായർ മറ്റൊരു നായരുമായി വിരോധ ബുദ്ധി സൂക്ഷിക്കുന്നതാണ് കുടുംബത്തിൽ പിറന്ന നായന്മാരുടെ ലക്ഷണം. ചെവിയിലുള്ള പൂട പോലെ തന്നെ സഹനായരോട് സൂക്ഷിക്കുന്ന വെറുപ്പും തറവാടി നായരുടെ ലക്ഷണത്തിൽപ്പെടും. അതുകൊണ്ടാണ് നായന്മാരെ സെൽഫി വേട്ടയിൽ നിന്നും മുത്തുപോങ്ങൻ ഒഴിവാക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള യോഗ്യ മാനവരുമായി അടുപ്പമുണ്ടെന്ന് സെൽഫികളിലൂടെ വരുത്തി തീർത്താൽ പോങ്ങന്റെ ആരാധക ക്ഷാമത്തിന് പരിഹാരമാവുമെന്നതിൽ ഈ മുത്തുപോങ്ങന് യാതൊരു സംശയവുമില്ല. കനത്ത ആസനങ്ങൾ താങ്ങുക എന്നത് മലയാളികളുടെ ജന്മവാസനയാണല്ലോ. ശുഷ്കാസനന്മാർക്ക് ആരാധകരുണ്ടാവില്ല. അതുകൊണ്ട് കനത്ത മൂലമുള്ളവരെ ചാക്കിട്ടു പിടിച്ച് അവരെ പടമാക്കി ഒപ്പം ചേർത്താൽ അവരുടെ ആസനത്തിന്റെ കനത്തിൽ നിന്ന് അല്പം വല്ലതും സ്വന്തം കുണ്ടിയിലേക്ക് വന്നു ചേരും. അങ്ങനെ അവരന്റെ ആസനത്തിൽ നിന്ന് നുള്ളിയെടുത്ത് സ്വന്തം കുണ്ടിയിൽ വെച്ച് ആസന വലിപ്പം ഉണ്ടാക്കിയെടുത്താൽ ആരാധക സമ്പത്ത് സ്വാഭാവികമായും വർദ്ധിക്കുമല്ലോ. അതുകൊണ്ട് വൈകാതെ ഈ മുത്തുപോങ്ങൻ നിർനാണം സെൽഫി വേട്ടയ്ക്കിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം തരംതാണ കഷ്ടപ്പാടുകളൊക്കെ മുത്തുപോങ്ങൻ സഹിക്കുന്നത് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കേരളം മുൻപെങ്ങുമില്ലാത്ത വിധം ബുദ്ധിജീവി ക്ഷാമം നേരിടുന്ന കാര്യം നമുക്കെല്ലാം അറിയാം. പി ഗോവിന്ദപിള്ള നാടുനീങ്ങി, സുകുമാർ അഴീക്കോട് ഇഹലോകവാസം ഉപേക്ഷിച്ചു, എം.എൻ. വിജയൻ മാഷ് നമുക്കൊപ്പം ഇല്ല, സാനുമാഷാണെങ്കിൽ ഒരുമാതിരി ഇല്ലാത്തതുപോലെയാണ് ഉള്ളത്. അതായത് മാഷിന് ബുദ്ധിജീവിയാകാൻ മാത്രമുള്ള ആരോഗ്യം നിലവിലില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്കൊക്കെ പകരമാവാൻ ഈ മുത്തുപോങ്ങനല്ലാതെ മറ്റാരുണ്ട് ഈ നാട്ടിൽ? അസൽ ബുദ്ധിജീവികളില്ലാത്ത ഒരു സമൂഹം എത്ര ഗതികെട്ട ഒരു സമൂഹമാണ്. വ്യാജ ബുദ്ധിജീവികൾ പ്ലാസ്റ്റിക് പൂക്കൾക്ക് സമമാണ്. കാണാൻ നല്ല ചേലുണ്ടാവും, അസലെന്ന് തോന്നിപ്പിക്കും, പക്ഷെ അവ ഗന്ധിക്കില്ല, ശലഭങ്ങളെ ഊട്ടില്ല, പരാഗണപ്പെടില്ല, ലോകാവസാനം വരെ അവറ്റകൾ വാടുകയുമില്ല എന്നതാണ് വലിയ അപകടം. വാടാത്തത് വാണാൽ വാസനയുള്ളതൊക്കെ വീണുപോകും, പ്രകൃതിയുടെ താളം പിഴയ്ക്കും. മുത്തുപോങ്ങൻ അസൽ ബുദ്ധിജീവിയാണെന്ന് മുത്തുപോങ്ങൻ അറിയാം, പക്ഷെ സമൂഹത്തിന് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. സ്വാഭാവികമായും അവർക്ക് മുന്നിൽ അസൽ ബുദ്ധിജീവിയായി മുത്തുപോങ്ങന് സ്വയം അവതരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവതരിപ്പിച്ചേ പറ്റൂ. അത്ഭുതം കാണിക്കാത്ത ദൈവത്തെ വിശ്വാസത്തിലെടുക്കാൻ വിശ്വാസികൾ പൊതുവെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം. നിരീക്ഷണങ്ങൾക്ക് ഇളവ് നൽകി അത്യാവശ്യം മായാജാല വിദ്യയൊക്കെ പഠിക്കാനുള്ള ഉന്നവും മുത്തുപോങ്ങൻ ഇട്ടിട്ടുണ്ട്. ഒക്കെയും സമൂഹത്തിനു വേണ്ടി. നിസ്വാർത്ഥമായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധത അത്രയേറെ പുലർത്തുന്ന ഒരു മഹാനാണ് കുറച്ചു മുന്നേ വരെ ഇവിടെ പഴം വിഴുങ്ങിയിരുന്ന ഈ പോങ്ങൻ, അല്ലെങ്കിൽ സാക്ഷാൽ മുത്തുപോങ്ങൻ. രാത്രിയുടെ 3-ാം യാമം, അതായത് ഭദ്രകാളി യാമം ഒടുങ്ങും മുന്നേ ഉണർന്ന് സമൂഹത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങുന്ന ഈ പോങ്ങൻ സരസ്വതീ യാമം അവസാനിക്കുന്നതിന് മുൻപായി രാഷ്ട്രീയ നിരീക്ഷണവും കൂടി കഴിച്ച് കുളിച്ചൊരുങ്ങി പുലർകാലയെ തന്നെ നാരീ നിരീക്ഷണത്തിനായി നാടിറങ്ങും. നമ്മുടെ നാട്ടിലെ അബലകളുടെ നീറുന്ന പ്രശ്നങ്ങളെ നിരീക്ഷിച്ചു മുഷിഞ്ഞാൽ പിന്നെ പോങ്ങൻ വിഭവ നിരീക്ഷണത്തിനായി തീന്മേശയിലേക്ക് പോകും. വൈകുന്നേരത്തെ കാപ്പി കൂടി കഴിഞ്ഞ് വാന നിരീക്ഷണത്തിൽ വ്യാപൃതനാവും. സാഹിത്യ നിരീക്ഷണം, സാംസ്കാരിക നിരീക്ഷണം, ഉപനിഷത്ത് നിരീക്ഷണം, വേദനിരീക്ഷണം മുതലായ നിരീക്ഷണങ്ങൾക്കും പോങ്ങൻ സമയം നീക്കിവെക്കും. മാധ്യമ നിരീക്ഷണവും മുടക്കാറില്ല. സത്യം പറഞ്ഞാൽ പുറത്തേക്കുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങൾ മടുത്തപ്പോഴാണ് ഉള്ളിലേക്ക് നോക്കി ആത്മനിരീക്ഷണം കൂടി പോങ്ങൻ ആരംഭിച്ചത്. അത്തരം ആത്മനിരീക്ഷണങ്ങളിലൂടെയാണ് താനൊരു അസൽ ബുദ്ധിജീവിയാണെന്ന സത്യം ഈ മുത്തുപോങ്ങൻ മനസ്സിലാക്കിയെടുത്തത്. അതോടെ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് അവരെ ഇതുവരെ കളിയാക്കിയതിന് മുത്തുപോങ്ങൻ നിരുപാധികം മാപ്പ് പറഞ്ഞു. പ്രസംഗിക്കാൻ വിളിച്ചവരെ തെറി പറഞ്ഞതിന് മുൻകൂർ പ്രാബല്യത്തോടെ അവരുടെയും കാലു പിടിച്ചു. PR ഏജൻസികളുമായി കരാർ വെച്ചു. സെൽഫി വേട്ടയ്ക്കുള്ള മുഹൂർത്തം കുറിച്ചു. ശബരിമലയിൽ ചെന്നാൽ സെൽഫി തരാമോ എന്ന് ചോദിച്ചപ്പോൾ തന്ത്രിയെ വിട്ടുതരാമെന്ന് പറഞ്ഞതിന് അയ്യപ്പനോട് വെച്ചു പുലർത്തിയിരുന്ന പിണക്കവും ഈ പോങ്ങൻ മാറ്റി. ശാസ്താവ് വേണ്ട, തന്ത്രിയെ പടമാക്കാൻ മല കയറാൻ തീരുമാനിച്ചു. അസൽ ബുദ്ധിജീവി എന്ന നിലയ്ക്ക് ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല. അസൽ ബുദ്ധിജീവി ഇരിക്കേണ്ടിടത്ത് അസൽ ബുദ്ധിജീവി ഇരുന്നില്ലെങ്കിൽ അവിടെ വ്യാജ ബുദ്ധിജീവികൾ കയറിയിരിക്കും. ബുദ്ധിജീവി വംശത്തിന് അത് അപമാനമാണ്. ഈ കേരളത്തിന്റെ സാംസ്കാരിക കാന്തിക്ക് ശോഭ പകരാൻ ഈ മുത്തുപോങ്ങന് മാത്രമേ കഴിയൂ. മറ്റേതെങ്കിലും ക്ണാപ്പന്മാർ ഇനി ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞു വന്നാൽ അവന്മാർക്കെതിരെ റിപ്പോർട്ടടിക്കാനും അവന്മാരെ നിഷ്പ്രഭരാക്കാനും അവഗണിച്ച് അവശരാക്കി അവരുടെ മനോവീര്യം തകർക്കാനും അവരെ അപ്രസക്തരാക്കാനും അവർക്കെതിരെ പാരവയ്പ്, കുതുകാൽവെട്ട്, പരദൂഷണ പ്രവർത്തനങ്ങൾ മുതലായവയിൽ ഏർപ്പെടാനും കഴിയുന്ന നിലയിൽ സാങ്കേതിക സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങളും ഈ മുത്തുപോങ്ങൻ
ആരംഭിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ ഒന്നേ ഓർക്കേണ്ടതായിട്ടുള്ളൂ, കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥതകൾ കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാവുന്നു. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. അതിനാൽ എന്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. എന്റെ പകയിൽ നീറിയൊടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേയൊരു ബുദ്ധിജീവിയായിരുന്നുവെന്ന്. ഒരേയൊരു ബുദ്ധിജീവി, ഒരേയൊരു ബുദ്ധിജീവി. Could you get up soon? I get so cold in the other room. Here I am, honey, half awake. Get yourself moving and you'll be okay.